ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ കുറച്ചൊന്ന് ക്ലിക്കായിട്ടുണ്ടാകും, തംബ്നെയിൽ കണ്ടപ്പോഴും ക്ലിക്കായിട്ടുണ്ടാകും. അത് നമ്മുടെ കടയിൽ നിന്ന് വയ്ക്കുന്ന കുർക്കുറെ റെസിപ്പി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ വെക്കാൻ വേണ്ടി പറ്റുന്നൊരു പാത്രം അതായത് അടുപ്പിൽ വെക്കാൻ വേണ്ടി പറ്റുന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല, വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിലേക്ക് 1/4 കപ്പ് തരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൈദയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗോതമ്പാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പക്കാരം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു ലൂസാക്കി എടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ലൂസാക്കി എടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ലൂസാക്കി ഇതുപോലെ എടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ കുഴപ്പമില്ല, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് കൈമേൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അടി പിടിക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കും. അരിയാവുമ്പോൾ പെട്ടെന്ന് കുറുകുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും. കുറേ അരിപ്പൊടി ഉണ്ടല്ലോ, 1 കപ്പോളം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കൈകൊണ്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഓയിലാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ ഇപ്പം നമ്മുടെ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഒന്ന് കുഴച്ചെടുത്താൽ മതി. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പിനെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ട അടി പിടിക്കാത്തത് കാരണം നമുക്ക് പാത്രത്തിൽ നിന്ന് മൊത്തമായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇനി കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കുക. വളരെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കൈമൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ നീളത്തിൽ കുർക്കുറ കണ്ടിട്ടില്ലേ, കുർക്കുറയുടെ ഷേപ്പ് എന്ന് വെച്ചാൽ ഇറാക്കുലറായിട്ട്, അതായത് എല്ലായിടത്തും ഒരുപോലെയുള്ള ഷേപ്പായിരിക്കില്ല, ഒരു പല വലിപ്പത്തിലുള്ള ഒരു സ്റ്റിക്ക് അത്രയും ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്, സെയിം വലിപ്പം വേണമെന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഈ ഒരു ഇതിൽ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കുർക്കുറെ. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിൽ ഇടുന്നതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി, എല്ലാം ഒരുമിച്ചാക്കി വെക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഓരോ സെറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം ഓവറായിട്ട് നമ്മുടെ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. എണ്ണ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് പോവും. പക്ഷെ നന്നായിട്ട് ഉള്ളും വേവണം, എങ്കിൽ നമ്മളെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഓവറായിട്ട് കളർ വരാൻ നിൽക്കണ്ട, കാരണം നമ്മൾ കളറിന് ചേർക്കും, മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കാരണം ഈ ഒരു ലൈറ്റ് യെല്ലോ ഗോൾഡൻ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ആയിട്ട് അത് കോരിയെടുക്കുകയാണ്. പിന്നെ അടുത്ത സെറ്റും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അത് അവിടുന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെറ്റും കൂടെ ഇടാൻ വേണ്ടിയിട്ട് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട കാരണം ഇത് ചെയ്യുന്നതന്നെ ഉള്ളൂ. അതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടും കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുർക്കുറേൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചാറ്റ് മസാല ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർക്കുറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലതാണ്, പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുർക്കുറയാണ്. ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞ് ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.